രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപുള്ള അഭിമുഖമാണ് എങ്കിലും ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ചത് നല്ല ഉദ്ദേശത്തിലല്ല എന്നാണ് നേതൃത്വം കണക്കാക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും നിരവധി പേരുകളാണ് പാർട്ടിയിൽ ചർച്ചയാകുന്നത്. അതിനിടെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന് നേതൃദാരിദ്ര്യമുണ്ടെന്ന തരൂരിന്റെ പ്രസ്താവന. തരൂരുമായി പരസ്യപ്പോര് വേണ്ട എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. പാർട്ടിക്ക് അനിവാര്യനായതുകൊണ്ടാണ് തരൂരിനെ എംപിയും മന്ത്രിയുമാക്കിയതെന്ന് രമേശ് ചെന്നിത്തല. എറണാകുളത്ത് നടന്ന KPCCയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം പാർട്ടി അംഗമല്ലാതായിട്ട് കൂടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. സോണിയാഗാന്ധിയുടെ പങ്കെടുത്ത ആ വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി. അങ്ങനെ അദ്ദേഹം പാർട്ടിയിലേക്ക് വരികയാണ് ചെയ്തത്. പാർട്ടിക്ക് പുറത്തുള്ള വോട്ട് കൂടി സമാഹരിക്കാൻ തനിക്കാകുമെന്ന തരൂരിന്റെ പ്രസ്താവനയ്ക്കുള്ള മുരളീധരന്റെ മറുപടി ഇങ്ങനെ: 84-ലും 89-ലും 91-ലും തുടർച്ചയായിട്ട് ചാൾസ് ഉടനെ ജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ടിക്കറ്റ്. കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് ജയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലേ ജയിക്കാൻ പറ്റൂ. അപ്പോൾ ചാൾസ് ഇവിടുന്ന് 3 തവണ തുടർച്ചയായി ജയിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക്. ദേശീയ രാഷ്ട്രീയത്തിലാണ് തരൂരിന് കൂടുതൽ സംഭാവന നൽകാൻ കഴിയുകയെന്നും ഇവിടെ നമ്മളെപ്പോലുള്ള ചെറിയ ആളുകളുണ്ടെന്നും മുരളീധരൻ. അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും എന്നെപ്പോലുള്ള ഞാനൊക്കെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നപ്പോഴും നമ്മളൊക്കെ കൊച്ചു കേരള കാര്യങ്ങളും കൊച്ചു ഭാരതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയിൽ കൂടുതൽ അറിവ് അദ്ദേഹത്തിനുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം പ്രതികരിക്കാമെന്ന KPCC അധ്യക്ഷൻ K. സുധാകരൻ. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പ് ഡിസ്കസ് ചെയ്യാം. എന്ത് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. തരൂരിന്റെ അഭിമുഖങ്ങളിലും പ്രസ്താവനകളിലും വലിയ സന്തോഷത്തിലാണ് CPM. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. ഒരു പടി കൂടി കടന്നാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണം. കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂര് അനാഥാവില്ല കേരള രാഷ്ട്രീയത്തിൽ. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് എത്ര പേരെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? കോൺഗ്രസ്സുകാർ കോൺഗ്രസിന്റെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയും MP-യും ഒക്കെയായി ജയിച്ചു വന്നത്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കലെത്തി നിൽക്കെ തരൂർ കോൺഗ്രസിന് സൃഷ്ടിക്കുന്ന തലവേദന രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.